ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഇവളിപ്പോ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാ. ചുമ്മാ എന്നെ കളിയാക്കല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇക്കണ്ട ദൂരം താണ്ടിയല്ലേ വന്നത്. ചിലപ്പോ ദൃഷ്ടിദോഷം കാണും. കിളവൻ പഴയതുപോലല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോ നെല്ലിശ്ശേരിയിലേക്ക് ഇനി എന്നെ ഒരിക്കലും തിരിച്ചു കയറ്റില്ലെന്ന് ഉറപ്പാണോ? അക്കാര്യത്തിൽ നിനക്ക് ഇനിയും സംശയമുണ്ടോ? കൊള്ളാം, നീ ഇത്രയ്ക്ക് വലിയ മണ്ടിയായി പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, നിന്റെ സംശയം തീർക്കാൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. നിന്നെ ഇനി ഒരിക്കലും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറ്റുന്ന പ്രശ്നമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ശരി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ ഇതുപോലെ കാണാതിരിക്കട്ടെ. അപ്പോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി അറ്റ കൈ തന്നെ ഞാൻ പ്രയോഗിക്കും. മതിയോ? സന്ദീപ് എവിടെ? ഞാനിവിടെ ഉണ്ടച്ചാ. എന്നാ പിന്നെ മക്കളെ നിങ്ങളും കൂടി ഇരിക്കും. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയല്ലോ. മിക്കവാറും നാളെ അർച്ചനെടുത്ത് ഡിസ്ചാർജ് ചെയ്യും. അർച്ചനയും കുഞ്ഞും ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും ആരും സംസാരിച്ചില്ലേ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് നെല്ലിശ്ശേരിയിലേക്ക് വരാതെ വൃന്ദാവനത്തിലേക്ക് പോകുന്നതന്നെ നല്ലത്. വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടേക്ക് വരുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അച്ഛ, അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടല്ല. സാധാരണ അതാണല്ലോ ചടങ്ങ്. ആചാരവും ചടങ്ങും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ അർച്ചനയെ നോക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. അച്ഛനിങ്ങനെ ഇമോഷണലായിട്ട് കാര്യമില്ല. അർച്ചനയുടെ ആരോഗ്യം നല്ലതുപോലെ നോക്കേണ്ടതുണ്ട്. ഇവരാരും അതിന് പറ്റില്ലല്ലോ. അതിന് അർച്ചനയുടെ അമ്മ തന്നെ വേണം. വൃന്ദാവനം വിട്ടിട്ട് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതുകൂടി നമ്മൾ നോക്കണ്ടേ? ഞാനിതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. എന്നാലും സന്ദീപ് പറഞ്ഞു തന്നെയാ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാനായിട്ട് വാശിയൊന്നും പിടിക്കുന്നില്ല. അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ അർച്ചനടുത്തേയും കുഞ്ഞും ഇങ്ങോട്ട് തന്നെ വരില്ലേ? നെല്ലിശ്ശേരിയിൽ നിന്ന് പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞു പോയില്ലേ? അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചുണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതുമാത്രമല്ല, അർച്ചനടുത്തിയോടുള്ള കുറച്ച് സ്നേഹക്കൂടുതലും അതിന്റെ കൂട്ടത്തുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ? അമ്മ കുഞ്ഞിനെ ഇങ്ങ് തന്നെ, എന്നിട്ട് അമ്മ ഇറങ്ങ്. സച്ചേട്ടാ, കാറിൽ നിന്ന് ബാഗ് എടുക്കണേ. അതൊക്കെ ഞാൻ എടുത്തോളാം.
അമ്മേ, അമ്മ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് നിക്ക്. ഓ ഓ ഓ ഓ ഓ ഓ എന്തിനാ മീരടുത്ത് ഇതൊക്കെ? അവളുടെ ഒരു ആഗ്രഹമല്ലേടി, ചെയ്യട്ടെന്നേ. അതെ, ഇവളിപ്പോ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാ. ചുമ്മാ എന്നെ കളിയാക്കല്ലേ. ആശുപത്രിയിൽ നിന്ന് എക്കണ്ട ദൂരം താണ്ടിയല്ലേ വന്നത്. ചിലപ്പോ ദൃഷ്ടിദോഷം കാണും. ഇനി വലുതുവരെ വെച്ച് കേൾക്കാം. നമുക്ക് കിടക്കാം. അമ്മേ, കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ കിടക്കാം. ശരി, മോളെ സൂക്ഷിച്ചോണേ. കിടന്നു. ഞാനേ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സച്ചി ഇപ്പൊ പോകുന്നില്ലല്ലോ. ഊണ് കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? ആ അതെ അതെ, ഇവിടെ വന്നിട്ട് പിന്നെ ഊണ് കഴിക്കാതെ പോവാനോ? എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും കൂട്ടിയാ കൂടില്ല. സമയം ഇത്രയായില്ലേ? ആ അതെ, ഞാനിന്ന് ഇവിടുന്ന് പോകുന്ന കാര്യം തന്നെ ആലോചിച്ചിട്ടില്ല. തന്റെ കാര്യം നോക്കാനേ ഞാനും കൂടി ഇവിടെ നിന്നാലോ എന്നാ എന്റെ ഒരു ചിന്ത. അയ്യടാ, അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും മോന്റെ തലയിൽ വേണ്ട കേട്ടോ.